ഹായ്, ഇന്നൊരു കുഴിമന്തി ഉണ്ടാക്കിയാൽ നമുക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേ. നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സവാള അരിഞ്ഞത് 2 സവാള ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്, അതൊരു 3 പച്ചമുളക് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. അപ്പം നമ്മുടെ സവോള എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതേ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങ കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ട പച്ച മസാലകളാട്ടോ, പട്ട, ഗ്രാമ്പൂ, പൂവ്, അതുപോലെ ബേ ലീഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് മൂടി വെച്ച് നമുക്കത് വേവാനായിട്ട് വെക്കാം. അപ്പോൾ അതേണ്ട നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല തിളച്ച് മറയുന്നുണ്ടോ. അപ്പോൾ അതേ നമുക്കതിൻ്റെ വേവൊന്ന് നോക്കിയാലോ. അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്കിതിനെ മാറ്റി അതേ ഞാൻ ഊറ്റിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ്റെ പരിപാടിയാണ്. ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞെടുക്കുക. അപ്പം ഞാൻ എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മസാലയാണ്, മന്തി മസാലയാണ്. അതിലേക്ക് ഈ ചിക്കനെ ഒന്ന് പുരട്ടി എടുക്കാവേ. നമ്മളതിനെ ഇതിൻ്റെ ഉള്ളിൽ മസാലയുടെ ഉള്ളിൽ കുളിപ്പിച്ചതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കുരുമുളക്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്ന ഞങ്ങളുടെ ചിക്കൻ സ്ക്യൂബാട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്ത്. പിന്നെ ഞാനിവിടെ 2-3 ചെറിയ സവോളയായിരുന്നേ, അതുകൂടി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടേ. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഫുഡ് കളറാണ്, ഒരു റെഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനൊന്ന് ചേർത്തുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിന് വേവാനായിട്ട് വെക്കാവേ. അപ്പം അതിനായിട്ട് ഫ്ലെയിം ഓണാക്കി നമ്മുടെ ചിക്കനെ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തേക്കുക. ഇനി അടച്ച് വെക്കാവേ. അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ അത് വെന്ത് നല്ല അടിപൊളി പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവേ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അതത്ര ഇതായിട്ട് തോന്നില്ല. അത് കാരണം ഞാനൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ടേ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് എല്ലാ വശത്തൊന്ന് പറ്റിക്കെടുക്കുക. എന്നിട്ട് വേണ്ട നമ്മുടെ റൈസ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ റൈസ് ഓരോ ലെയറായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇല്ലേ, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനത്. വീണ്ടും ഞാനൊരു ലെയർ കൂടി ഇടുക കേട്ടോ. അതിലോട്ട് വീണ്ടും നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ റൈസ് നോക്കിയാൽ നല്ല കളർഫുൾ റൈസായിട്ട് വരുന്നില്ലേ, അതിൻ്റെ മേളിലോട്ട് വീണ്ടും ഞാൻ ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മുടെ ആ ചിക്കൻ്റെ ഗ്രേവിയും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ലെയറെല്ലാം കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ ആ ഗ്രേവിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നമ്മുടെ റൈസ് ഞാൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത നമ്മുടെ ചിക്കനെ കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. 2-3 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ചിരട്ടക്കരിയാണേ അതും കത്തിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ദമ്മിടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതേണ്ട പുക വരുന്നുണ്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ മൂടി വെക്കാം. ഇതുപോലത്തെ ഒരു കല്ല് കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇതിനെ എടുക്കുക കേട്ടോ. നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ റൈസും ആ ചിക്കനും ഇതെല്ലാം കൂടി നമ്മുടെ അടിപൊളി മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം മാറ്റാം. ഞാനിതെല്ലാം എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ചിക്കനെ ഞാൻ വേറൊരു ഷേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും അതിൻ്റെ ആ റൈസിൻ്റെ ഇതെല്ലാം കൂടി അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. പിന്നെ ഞാൻ ചേർത്തോളൂ നമ്മുടെ തക്കാളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് സവോള കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ രീതിയിൽ നമ്മുടെ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം കഴിക്കുകയും ചെയ്യാം. അതുപോലെ വലിയ മായോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിൽ ഞാനെന്ന് പറഞ്ഞാൽ ശക്കല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല മന്തിക്ക്. പക്ഷേ ഞാൻ ഇച്ചിരി ഫ്രൈ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ഭക്ഷണം വീട്ടിൽ തന്നെ കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.